അരുൺ, അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്, വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് പോകുന്നുമുണ്ട് എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത്. പിന്നെന്തിനാണ് അരുൺ ഇങ്ങനെയൊരു വാർത്ത? തീർച്ചയായും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അങ്ങനെയെങ്കിൽ ആദ്യം മുതൽ തന്നെ കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെക്സവന്റെ പ്രവർത്തനം ജാഗ്രതയോടെ കാണണം, കരുതലോടെ കാണണം എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം സെൻട്രൽ IB ആദ്യം നൽകുന്നു. അതിനുശേഷം തന്നെ സ്റ്റേറ്റ് പോലീസും ഇതിൽ നിർദ്ദേശം നൽകുന്നു. ആ ഒരു വിഷയത്തിൽ ഇതുവരെയും ഈ പ്രസംഗം വിവാദമാകുന്നതിന് തൊട്ടു മുമ്പ് വരെയും എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല? ഈ വിവാദത്തിന് ശേഷം IB അടക്കമുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞത് അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ പറ്റിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കക്കോടിയിലാണ് എങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ എന്തുകൊണ്ട് അതിൽ കയറി, അതിൽ ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്തരമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു, അവർക്ക് സ്വൈര്യവികാരം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ പോലും ഈ വ്യായാമ കൂട്ടായ്മകൾ മാത്രമല്ല, ജിമ്മുകൾ കേന്ദ്രീകരിച്ച, ആരോഗ്യ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ PFIയുടെ നിരോധനത്തിന് ശേഷം ഇത്തരം മേഖലകളിലേക്ക് തീവ്ര സ്വഭാവമുള്ള ആളുകൾ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതാണ്. അതിനൊടുവിലാണ് ഈ മെക്സവനിലേക്ക് എത്തുന്നത്. മെക്സവനിലേക്ക് എത്തുന്ന സമയത്ത് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാക്കുകൾ പലതവണ പല ആവർത്തികൾ നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര ഗൗരവത്തോടെയാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത്, എത്ര കൃത്യമായി തന്നെ പഠിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. ഈ ഒരു വെറും ആരോപണത്തിന് അപ്പുറത്തേക്ക്, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് അപ്പുറത്തേക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീവ്രവാദികൾ ഇതിലേക്ക് എത്തുന്നു എന്നുള്ള ആ കാര്യം തന്നെയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് അത് എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആദ്യ സമയം മുതൽ തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു റിപ്പോർട്ട് നൽകി എന്നൊക്കെ പറയുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ നൽകുന്നത്. പക്ഷേ ഇതിൽ തുടർ ഒരു നടപടിയും എടുക്കുന്നില്ല. കൃത്യമായി തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ നമുക്കറിയാം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ വിവരശേഖരണങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട്. അതിൽ അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ അന്വേഷണ വിധേയമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അവരെ കൃത്യമായി തന്നെ അവരുടെ സ്വഭാവങ്ങളും അതോടൊപ്പം തന്നെ മുൻ പശ്ചാത്തലങ്ങളും ഒക്കെ തന്നെ ഇവർ വിശദമായി പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ പരിശോധിക്കുകയും ചെയ്ത് ഇത്തരത്തിലുള്ള വിവരശേഖരണങ്ങൾ അടക്കം നടത്തി ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്. സമഗ്രമായ ഒരു അന്വേഷണം എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ഈ അന്വേഷണത്തെ കാണുന്നത്.